നമസ്കാരം. സൈക്ലിംഗ് പോലെ തന്നെ ലഹരിയാണ് പുസ്തകങ്ങളും. എങ്കിലും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും പുസ്തകങ്ങൾ ഒന്നിച്ച് വാങ്ങുന്നത്. മൈക്രോസോഫ്റ്റിന്റെ കണ്ടുപിടുത്തത്തിലൂടെ ലോകത്തെ തന്നെ മാറ്റിമറിച്ച ബിൽ ഗേറ്റ്സ്, ടാറ്റ ഗ്രൂപ്പിന്റെയും ടാറ്റ സൺസിന്റെയും ചെയർമാനായിരുന്ന രത്തൻ ടാറ്റ, ഫേസ്ബുക്കിന്റെയും സോഷ്യൽ മീഡിയയുടെയും വിപ്ലവകാരി മാർക്ക് സുക്കർബർഗ്, ആമസോൺ സൃഷ്ടിച്ച മനുഷ്യൻ ജെഫ് ബെസോസ്, ആപ്പിൾ ഐഫോൺ വിപ്ലവകാരി സ്റ്റീവ് ജോബ്സ്, ലോകത്തിലെ ഏറ്റവും മികച്ച നിക്ഷേപകൻ വാറൻ ബഫറ്റ്, IIT-യിൽ നിന്നും ഗൂഗിളിലേക്ക് പ്രചോദനാത്മകമായി യാത്ര ചെയ്ത സുന്ദർ പിച്ചെ എന്നിങ്ങനെ 7 പുസ്തകങ്ങളാണ് ഞാൻ വാങ്ങിയത്. ജീവിതം എന്ന് പറയുന്നത് പരാജയപ്പെട്ടവരുടേത് കൂടിയാണല്ലോ എന്നൊരു പക്ഷെ ചോദിക്കുന്നുണ്ടാവും. ശരിയാണ്. ഈ 7 പേരും ജീവിതത്തിൽ വിജയം കൈവരിച്ചവരാണ്. പക്ഷേ ഈ 7 പേരും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പരാജയങ്ങൾ അനുഭവിച്ചവരുമാണ്. പരാജയങ്ങളുടെ കയ്പുനീർ നുണഞ്ഞവരാണ് പിന്നത്തേതിൽ വിജയികളായിട്ടുള്ളത്. പരാജയങ്ങളുടെ പടുകുഴിയിൽ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചവർ മാത്രമാണ് വിജയത്തിന്റെ വെന്നിക്കൊടി പാറിച്ചിട്ടുള്ളത്. പരാജയത്തിൽ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിക്കാതിരുന്നിരുന്നുവെങ്കിൽ എഡിസൺ ഒരുപക്ഷെ ഫിലമെന്റ് ബൾബ് കണ്ടുപിടിക്കത്തില്ലായിരുന്നു. സ്വപ്നങ്ങളെ പിന്തുടരുക, അവ സാക്ഷാത്കരിക്കാനുള്ള വഴി പരാജയങ്ങളിലൂടെയാണെങ്കിലും മുന്നോട്ട് തന്നെ പോവുക എന്ന മനോഹരമായ ഒരു തോട്ട് സുന്ദർ പിച്ചയുടെ പുസ്തകത്തിലുണ്ട്. ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല, ഞാൻ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നിട്ട് അവയെ ശരിയാക്കുന്നു എന്ന മനോഹരമായ ഒരു ചിന്ത രത്തൻ ടാറ്റയുടെ ഈ പുസ്തകത്തിലുണ്ട്. ഇതെല്ലാം തന്നെ വ്യക്തമാക്കുന്നത് ഓരോ വിജയത്തിന്റെ പിന്നിലും കഠിനമായ അധ്വാനവും പരാജയത്തിന്റെ പടുകുഴിയിലേക്കുള്ള വീഴ്ചയും അവിടെ നിന്നൊരു ഫിനിക്സ് പക്ഷിയെ പോലെ ചിറകടിച്ച് വിജയത്തിന്റെ നീലാകാശത്തിലേക്ക് എത്തിച്ച ചരിത്രമാണ് ഈ പുസ്തകങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകങ്ങൾ കുറച്ചുകൂടി തെളിച്ചം നൽകുകയും കുറച്ചുകൂടി നല്ല മനുഷ്യനാക്കുകയും ചെയ്യുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. നിങ്ങളും വായിച്ചു തുടങ്ങുക.